അപ്പം ലാലേട്ടൻ്റെ കിടിലൻ പ്രൊമോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അനുമോളെയും ജിസേലിനെയും നന്നായിട്ട് പൊരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും നന്നായിട്ട് പൊരിക്കുന്നത് ആരിനെയാണ്. കരഞ്ഞു മെഴുകി സോറി പറഞ്ഞിട്ടൊക്കെയാണ് നമ്മുടെ നിവിൻ അകത്തേക്ക് കയറിയത് എന്നുള്ള കാര്യവും ലാലേട്ടൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്തേക്ക് പോകണമെങ്കിൽ പോകാമെന്ന് പറയുന്നുണ്ട്. രേണു സുധി ഉൾപ്പെടെയുള്ള ആൾക്കാരോട് നമുക്കിതെല്ലാം ഒന്നും കൂടി ഒന്ന് നോക്കാം. അതുപോലെ തന്നെ ഇതുവരെയുള്ള ലൈവ് അപ്ഡേറ്റ്സും കൂടി ഒന്ന് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കമൻസ് ഒക്കെ അറിയിക്കുക കേട്ടോ, ലൈക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ ലാലേട്ടൻ്റെ പ്രൊമോ ഒരു 3-4 മണിക്കൂർ മുമ്പ് തന്നെ പ്രൊമോ വന്നു കഴിഞ്ഞു. ഇന്നാണ് ലാലേട്ടൻ്റെ എപ്പിസോഡ്, അതും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ വൈൽഡ് കാർഡ് ആൾ ഇന്ന് കയറുന്നുണ്ട്. 2 പേര് കയറി എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇന്നലെ വൈകുന്നേരം തന്നെ 2 വൈൽഡ് കാർഡുകൾ കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ പ്രൊമോയിൽ നമ്മുടെ അനിമോളെയും ജിസേലിനെയും എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അനിമോൾക്ക് എന്താണ് കുഴപ്പം, ജിസേലിന് എന്താണ് കുഴപ്പം, നിങ്ങൾ രണ്ടുപേരും മാന്യമായിട്ട് കളിക്കണം എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾക്ക് 2 പേർക്കും പണിഷ്മെൻ്റ് ഉണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ വീക്കിലും എവിക്ഷന് വിടാനുള്ള ഒരു നീക്കമായിരിക്കാം, അല്ലാതെ വേറെ അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. ഒന്നാമത്തെ കാര്യം, മെൻ്റലി എല്ലാവരും ഒരു വല്ലാതെ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്തായാലും ഡാർക്ക് റൂമിൽ കൊണ്ടിടാനുള്ള സാധ്യതയില്ല. അപ്പം എല്ലാ വീക്കിലും ഡയറക്റ്റ് എവിക്ഷൻ ആയിരിക്കാം, ഡയറക്റ്റ് എവിക്ഷൻ നോമിനേഷനിലേക്ക് വിടാനാണ് സാധ്യത 2 പേരും. അപ്പോൾ ഇതായിരിക്കും പണിഷ്മെൻറ്റ്, അത് വലിയ പണിഷ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ആര്യനെ ഇട്ട് കുടയുന്നുണ്ട്. 2ാമത്തെ പ്രൊമോയ്ക്കകത്ത് ആര്യനെ കുടയുന്നതായിട്ടുണ്ട്. ആര്യൻ ലാലേട്ടനെ പറയുന്നുണ്ട്. അപ്പോൾ അവനൊരുമാതിരിയില്ല മെൻ്റലായെന്നുള്ളൊരു മാനസിക രോഗികളോട് നമ്മൾ ലഭിച്ചോ എന്നും പറയും. പിന്നെ ആർക്ക് വേണമെങ്കിലും മാനസിക പ്രശ്നങ്ങൾ വരും. പക്ഷേ അവൻ എന്തോ ഒരു പിന്നെ ഈ പെൺപിള്ളേരുടെയൊക്കെ കിടന്ന് കോഴി വളയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു വിവരവും വിവരമില്ലാത്ത 10 പൈസയ്ക്ക് വിവരമില്ലാത്ത ആൾക്കാരെ പോലെയാണുള്ളൊരു ബിഹേവിയർ. ടാസ്കൊക്കെ നന്നായിട്ട് കളിക്കുന്നതായിരുന്നു. പക്ഷേ എന്തോ എവിടെയൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അത് വളരെ മോശമായിട്ടുള്ള പ്രവണതയാണ്. കാരണം ഇതെല്ലാം ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണെന്ന് മനസ്സിലാക്കാതെ എന്തൊക്കെയോ വെകിളി പിടിച്ച് എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതെനിക്ക് പുറത്ത് പോയാൽ നെവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തോന്നുമ്പോൾ നിങ്ങൾക്ക് പുറത്ത് പോകാനും അകത്ത് കയറാനുള്ളതിനും ഒരിക്കലും കയറ്റില്ലായിരുന്നു, നിങ്ങൾ കാല് പിടിച്ച് സോറി പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞു കരഞ്ഞ് മെഴുകി മൂക്കളെ ഒലിപ്പിച്ച് കാണിച്ച് കാണുമെന്ന്. സോറി പറഞ്ഞത് കൊണ്ടാണ് കയറ്റിയത്. പിന്നെ അതുപോലെ ഒരാളും കൂടി ഇവിടെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, രേണുവിന് പോകണോ പുറത്ത്, ഇപ്പം ഞാൻ തുറന്നു തരാം എന്ന് പറയുന്നു. രേണു അവിടെ ചമ്മിക്കൊണ്ട് നിൽപ്പുണ്ട്, എന്തെങ്കിലും പറയുന്നുണ്ടാവും. ഈ ഞാനത് വെറുതെ പറഞ്ഞതാണെന്നൊക്കെ പറയുന്നുണ്ടാവും. എന്തെങ്കിലും ആവട്ടെ. എന്തായാലും നമ്മൾ ഈ പ്രാവശ്യം വിചാരിച്ചു രേണു ഈ പ്രാവശ്യം പോകരുത്, ആരിനെ പുറത്താക്കണമെന്ന് നമ്മളും എല്ലാവരും രേണുവിന് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്ത ആൾക്കാരായതുകൊണ്ട് രേണു ഈ ആഴ്ച നിൽക്കട്ടെ. അടുത്ത ആഴ്ച രേണു നന്നായിട്ട് കളിക്കുന്നുണ്ട്, അടുത്ത ആഴ്ച നിൽക്കട്ടെ. ഓക്കെ, ഒരു 50 ദിവസം വരെ നിൽക്കണം എന്നുള്ളതാണ് ഞാനും വിചാരിക്കുന്നത്. 50 ദിവസം നിൽക്കണം. കാരണം ഇവിടെയും വന്നാലും ഇവിടെയും പ്രശ്നങ്ങളാണ്, കണ്ടില്ലേ, ഗർഭവും അതും ഇതും അലസിപ്പിക്കലും. പിന്നെ എന്താ പറയുക, ശ്രുതി ജീവിച്ചിരുന്നപ്പോഴേ ഒരുപാട് ആൾക്കാരുമായിട്ടൊക്കെ ബന്ധം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ആവശ്യമില്ലാത്ത അലിഗേഷൻസാണ് പുറത്ത്. അപ്പോൾ ഇങ്ങോട്ട് വന്നാലും അതിനൊരു തലവേദന തന്നെ ആയിരിക്കും ആ സ്ത്രീക്ക്. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ സ്വസ്ഥമായിട്ട് 50 ദിവസം നിൽക്കട്ടെ, അപ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് കെട്ടടങ്ങട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കൂട്ടെ. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ലാലേട്ടൻ്റെ പ്രൊമോയിലുള്ളത്. ആരെയൊക്കെ ആയിരിക്കും ലാലേട്ടൻ കൂടുതലും കൊടയാൻ സാധ്യത? ഇപ്പം എന്തായാലും നമ്മുടെ അനിമോൾക്കും ജിസേലിനും കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും, അവർക്ക് ഡയറക്റ്റ് എവിഷനും ഉണ്ടാവും. അതുപോലെ തന്നെ നെവിനോട് പറഞ്ഞിട്ടുണ്ടാവും. കാരണം പ്രേക്ഷകർക്ക് ബിഗ് ബോസിലുള്ള ബിഗ് ബോസ് പോകാൻ പറയുമ്പോൾ ദേടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ ഇറങ്ങിപ്പോകണം, പിന്നീട് വലിയ ഇതൊന്നും കാണിക്കരുതായിരുന്നു. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവന്നത് കൊണ്ട് അവർക്ക് തന്നെ ഒരു ജാള്യതയുണ്ട് ബിഗ് ബോസിന്. അപ്പോൾ അതുകൊണ്ടാണ് ലാലേട്ടനെ ഇന്ന് പ്രത്യേകമായിട്ട് വന്ന് പറഞ്ഞത്. നമ്മൾ കൺഫെഷൻ റൂമിൽ ഇവൻ സോറി പറയുന്നത് നമ്മളെ കാണിച്ചതായിരുന്നു. ഇവൻ എന്നാലും ലാലേട്ടൻ എന്ന് പറഞ്ഞ് ഒരുപാട് സോറി പറഞ്ഞത് കൊണ്ടാണ് നിങ്ങളെ അകത്ത് കയറ്റിയത് എന്നുകൂടി പറഞ്ഞ് നമ്മളെ പ്രേക്ഷകരെ കൺവിൻസ് ചെയ്യിക്കുകയാണ് ലാലേട്ടൻ അവിടെ ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് കൊടുക്കുന്ന അപ്പാനി പവാടവള്ളികൾക്കാണ് അല്ലേ. അപ്പാനി പവാടവള്ളികൾക്ക് ശരിക്കും ആവശ്യമാണ്. കാരണം ഒരു മനുഷ്യന്മാർ കാണിക്കുന്ന കാര്യങ്ങളല്ല അവരവിടെ കാണിച്ചു കൂട്ടുന്നത്. ഈ അപ്പാനി എന്ന് പറയുന്നവരൊരു സിനിമാ നടനാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അകപ്പാടെ അറിയാവുന്നത് വളരെ കുറച്ച് ആൾക്കാർ. എനിക്കറിയില്ലായിരുന്നു കേട്ടോ, ഉള്ളതെന്ന് പറയില്ല. എനിക്ക് അപ്പാനി ശരത്ത് എന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് ഞാൻ പോയി അടിച്ചു നോക്കി. ഈ അപ്പാനി ശരത്ത് എന്ന് പറഞ്ഞാൽ യൂട്യൂബേഴ്സ് ഇങ്ങനെ ആദ്യം തൊട്ട് പ്രഡിക്ഷൻ മല്ലു രേവതിയൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് ഞാൻ ആദ്യം പോലെ പോയി അടിച്ചു നോക്കിയപ്പോഴാണ് ഇവൻ അങ്കമാലി ഡയറീസിലും കണ്ട് അപ്പാനി എന്തോന്ന് അപ്പാനിയുടെ കൂടെ വേറൊരു പേര് അപ്പാനി രവി എന്നുള്ളൊരു കഥാപാത്രം അവൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു അപ്പാനിയും കൂടി എടുത്തിട്ട് സ്വന്തം പേരിനൊപ്പം ചേർത്തപ്പോഴാണ് അവന് 10 പേര് അറിയുന്നതെന്നുള്ളത്. അല്ലാണ്ട് ഇവൻ ആരാന്നൊന്നും ആർക്കും അറിയത്തില്ലായിരുന്നു, സത്യം പറയാനോ എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ സിനിമ കാണുന്ന ഒരാളാണ് ഞാനും.
അത്യാവശ്യം നമ്മുടെ ടി വിയിലും ഒക്കെ OTT വന്ന് കാണുന്നുണ്ട്. അപ്പോൾ അങ്കമാലി ഡയറീസിൽ അഭിനയിച്ചതിൻ്റെ പേരിലാണ് ഈ അപ്പാനി ശരത് എന്നറിയപ്പെടുന്നത്. 25 സിനിമ ചെയ്തു നോക്കുകയാണ്. 25 സിനിമ പോയിട്ട് 30 സിനിമ ചെയ്ത ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുണ്ട്. അവരൊന്നും ആരും പറയുന്നില്ല. അപ്പോൾ അതുപോലെ ആരുടെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ മുഖം കാണിച്ചു കാണും. അപ്പം അനുമോള് സിനിമ ചെയ്തിട്ടില്ലേ. സിനിമയും സീരിയലും ഒന്നുമില്ല, ബിഗ് സ്ക്രീനും മിനി സ്ക്രീനും ഒക്കെ എല്ലാവരും കുടുംബ പ്രേക്ഷകരെ മുന്നിൽ ഇതൊക്കെ ഒരു മാനസിക ഉല്ലാസത്തിനാണ്, അല്ലേ, എൻ്റർടൈൻമെൻ്റ് ആണ്. ഈ എൻ്റർടൈൻമെൻറ്റ് കാണിക്കുന്നവരെല്ലാം കലാകാരന്മാരാണ്, അവർക്ക് കഴിവുണ്ടായതുകൊണ്ടല്ല കാണിക്കുന്നത്. ഇപ്പം ഞാൻ ചെന്ന നാടകത്തിൽ എൻ്റെ ഡയലോഗ് പറഞ്ഞാലോ, അല്ലെങ്കിൽ ഞാനൊരു സിനിമയിൽ പോയിട്ട് ഡയലോഗ് പറഞ്ഞാലോ, ഇപ്പോൾ ഞാനൊരു പരസ്യ ചിത്രത്തിലായിരുന്നു പോയത്, അപ്പോൾ പരസ്യത്തിന് പോയിട്ട് ഞാൻ ചെയ്താലോ ഒക്കെ നമുക്ക് സംസാരിക്കാൻ അറിയാവുന്നതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉച്ചാരണം നല്ലതായതുകൊണ്ട്, നമ്മളെ അത്യാവശ്യം നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ടല്ല, നമ്മൾ വലിയ അങ്ങ് സംഭവമായതുകൊണ്ടൊന്നുമല്ല. നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടണം. ഒരുപാട് പേര് ഓപ്പർച്യൂണിറ്റി കിട്ടാതിരിപ്പുണ്ട്. എല്ലാവരും ഓപ്പർച്യൂണിറ്റി കിട്ടാത്ത ആൾക്കാരാണ്. 90% ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടാതെ വലിയ വലിയ കഴിവുള്ള ആൾക്കാർ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കിട്ടുന്നത് ഒരു മഹാഭാഗ്യമാണ്, ഈശ്വരൻ്റെ ഒരു കൃപയാണ്. അത് വിചാരിച്ചിട്ട് അഹങ്കരിക്കാതെ, പ്രത്യേകിച്ചും കലാകാരന്മാർ അഹങ്കരിക്കാൻ പാടില്ല. കാരണം ഏത് സമയത്ത് പോലും ഇതെല്ലാം നഷ്ടമാവാം, നമുക്ക് എന്നതൊന്നും നിലനിൽക്കുന്നതല്ല, ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും അപ്പാനി വലിയ കലാകാരനായ അപ്പാനിക്ക് നല്ലത് കൊടുക്കുന്നുണ്ട്. കാരണം കാണിക്കുന്നതെല്ലാം ഒരു 10 പൈസയ്ക്ക് മെച്യൂരിറ്റി ഇല്ലായ്മയാണ് കാണിക്കുന്നത്. ഒരു പെണ്ണിൻ്റെ പുറകെ കിടന്ന് അവളെ പഴിക്ക് വിടുക, അവളെ പേര് പുറകെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടും, അവളുടെ പുറകെ നടന്ന് അവളെ പരിഹസിക്കുക, അതൊരു വളയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കറിയത്തില്ല ഇവനൊക്കെ എന്തോ ഇവൻ്റെ ക്യാരക്ടർ എന്ന് അറിയത്തില്ല. ഇവനിങ്ങനെ സകല പെണ്ണുങ്ങളോട് വളയ്ക്കാൻ വേണ്ടി നടക്കുന്നതായിട്ട് എനിക്ക് പ്രതീതി അനുഭവപ്പെടുന്നത് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിത് പുറത്തു നിന്ന് കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഒരു പെണ്ണിൻ്റെ പുറകെ അവൾക്ക് താല്പര്യമില്ലല്ലോ, അവളെ പുറകെ നടക്കും. രാത്രി ആകുമ്പോൾ അനുമോളെ ചായ കുടിച്ചോ കോഫി കുടിച്ചോ എന്ന് പറഞ്ഞ് ചെല്ലുക, പകലാകുമ്പോൾ അവളോട് വഴക്കിടുക. കാരണം ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വഴങ്ങിയില്ലെങ്കിൽ അവർക്ക് ഭയങ്കര പകയുണ്ടാവും. അതാണ് എനിക്കിവിടെ തോന്നിയത്. അതുപോലെ തന്നെ അക്ബർ എന്ന് പറയുന്നവനെ ആദ്യമേ പറഞ്ഞ നോട്ട് ശരിയല്ല എന്ന് അനുമോള് പറഞ്ഞതിൻ്റെ കലിയാണ് അവന്. ഇവനെല്ലാം വേറൊരു കണക്കിൽ 100 പറഞ്ഞതിന് ഇവനെല്ലാം കടി, ഇത്ര തന്നെ, വേറൊന്നും പറയണ്ട. അതുകൊണ്ടാണ് ഇവൻ എല്ലാം ഈ പെണ്ണുങ്ങളെ പ്രത്യേകിച്ചും അനുമോളെയൊക്കെ പുറകെ നടക്കുന്നത്. പിന്നെ അനുമോൾ ഈ പഴയ ഒരു പഴഞ്ചൻ ഒരു സംസാരം പോലെയാണല്ലോ, ദൈവം ചോദിക്കും. കാരണം അത് ചിലപ്പം സഹികെട്ടിട്ടായിരിക്കും. കാരണം ആരും ചോദിക്കാനില്ല. ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് എന്നിട്ട് എന്നെ എല്ലാവരും കൂടി കിടന്ന് ചീത്ത വിളിക്കുമ്പോൾ എനിക്ക് വോയിസ് ഇല്ല, എനിക്ക് സംസാരിക്കാനേ പറ്റുന്നില്ല, എന്ത് പറയും എന്ന് പറയുമ്പോൾ ഞാൻ അവസാനം ഞാൻ ആശ്രയിക്കുന്ന ഈശ്വരനെയാണ്, അല്ലേ. നമ്മളെ ഈശ്വര വിശ്വാസികളാണെങ്കിൽ അവസാനം ആശ്രയിക്കും, ദൈവമേ ഇവരോട് ദൈവം ചോദിച്ചോളും, അല്ലെ ദൈവം കൊടുക്കട്ടെ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ എന്ന് ചില ആൾക്കാരെങ്കിലും പറയും. നല്ല ബുദ്ധി തോന്നാനായിട്ട് പറയാനൊന്നും അത്രയ്ക്ക് വലിയ മദർ തെരേസയൊന്നും മനുഷ്യരാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ സങ്കടങ്ങൾ തുടർന്ന് നോക്കും ദൈവത്തിനാണ്. അപ്പോൾ ദൈവം അങ്ങ് ആരെയും ശിക്ഷിക്കാനൊന്നുമില്ല. തെറ്റ് ചെയ്താൽ എപ്പോഴായാലും ഇപ്പം എല്ലാം ഇവിടെ തന്നെയാണ്, സ്പോട്ടിൽ തന്നെ കിട്ടും. കാരണം പണ്ടൊക്കെ ആയിരുന്നു ചത്ത് ചെല്ലുമ്പോൾ കിട്ടും എന്നൊക്കെ വിശ്വാസം. ഇപ്പം എല്ലാം ഇവിടെ തന്നെയാണ്. പിന്നെ ഒരാൾ പ്രാഗുക എന്നൊന്നും വിചാരിച്ചു നമ്മൾ ചെയ്യുന്ന കർമ്മം എന്താണോ ആ കർമ്മത്തിനാണ് നമുക്ക് ഫലം കിട്ടുക. കർമ്മഫലം എന്നൊക്കെ കേട്ടിട്ടില്ലേ. നമ്മളൊരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കിട്ടും, ആ ഫലമാണ് കർമ്മഫലം. അല്ലാണ്ട് ഒരാൾ പ്രാഗി ശപിച്ചു എന്നും പറഞ്ഞത് ശപിക്കാനും പ്രാകാനും എന്നാൽ കൊള്ളാവല്ലേ, ലോകം അങ്ങ് നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞ് പ്രാഗി കഴിഞ്ഞാൽ പ്രാഗ് നടക്കുമല്ലോ. ഇതൊക്കെ എന്തോ ഒരു അന്ധവിശ്വാസമാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഒരാൾ പ്രാഗി, ഒരാൾ ശപിച്ചു, ഒരാൾ അത് ചെയ്ത്, ഒരാൾ ഇത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരൊന്നും ഈ പ്രാഗും ശാപത്തിലൊന്നും വിശ്വസിക്കത്തില്ല. കാരണം ഈശ്വരൻ ഒരിക്കലും ആരും നശിക്കാൻ വേണ്ടി പറയില്ല. നമ്മൾ ഒരു ദിവസമല്ല, നമ്മളിങ്ങനെ നിരന്തരമായി ഈശ്വരനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? നമുക്കൊരു മനസ്സമാധാനത്തിന് വേണ്ടി. ഈശ്വരൻ എന്ന് പറയുന്ന ദൈവത്തിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു പ്രപഞ്ച ശക്തി, ഒരു ശക്തിയുണ്ട്, അതിന് രൂപം ഉണ്ടാവില്ല. നമ്മളെല്ലാം ഇപ്പം കൃഷ്ണനെ നമ്മൾ രൂപം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഈ കൃഷ്ണനെ കണ്ടവരാരെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ ദേവീനെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? യേശു ക്രിസ്തുവിനെ നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന ആരും കണ്ടിട്ടില്ല. അതേപോലെ മുഹമ്മദ് നബി, അതായത് നമ്മളാരും ഈ ദൈവം എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ദൈവം പറയുന്ന ശക്തിയെ നമ്മളാരും നേരിട്ട് കണ്ടിട്ടില്ല. ഇതെല്ലാം നമ്മളുടെ ഒരു സങ്കല്പമാണ്, നമ്മൾ വിശ്വസിക്കുന്നതാണ്. ഈ വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അവളുടെ വിശ്വാസം എന്നെ ദ്രോഹിക്കുന്നവർ അല്ലെ എന്നെ വേദനിപ്പിക്കുന്നവരോട് ദൈവം ചോദിക്കട്ടെ, ദൈവം കണക്ക് ചോദിക്കട്ടെ. നിന്നോടൊക്കെ ദൈവം ചോദിക്കും. അതൊരു വ്യക്തിയുടെ അവസാനത്തെ ആശ്രയമാണ്. നമ്മൾ മടുത്ത് നമുക്ക് വേറെ ഒരു നിവർത്തിയും ഇല്ലാതെ നമുക്ക് വേറെ 4 ചുറ്റും ആരും ഹെൽപ്പില്ലാതെ വരുമ്പോൾ, മാതാപിതാക്കളില്ല, ഹെൽപ്പില്ലാതെ വരുമ്പോൾ ഒരു വ്യക്തി അവസാനമായി ആശ്രയിക്കുന്നതാണ് ദൈവത്തിൽ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അല്ലാണ്ട് അതൊരു പ്രാക്കോ ശാപം, ഇത് പ്രാകാനി ശാപാനി 21-ാം നൂറ്റാണ്ടിൽ എന്താണ് അതൊന്നും അങ്ങനെ വിചാരിക്കുന്നേ ഇല്ല ഞാൻ. പിന്നെ അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. അപ്പോൾ എന്തായാലും ഈ അപ്പാനി ശരത്ത് അതിനൊക്കെ വളരെ മോശമായിട്ട് ഇന്നലെ റെനയൊക്കെ പട്ടിയുടെ മുഖമുള്ളവൾ, അതുപോലെ തന്നെ ഈ എന്തോ പറഞ്ഞു ഇവൻ കക്കൂസ് അവനെ നമ്മൾ അങ്ങനെ വിളിക്കുമ്പോൾ നമ്മളും ആ ഒരു അവസ്ഥയിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വിളിക്കാൻ പഠിക്കുന്നത്. നമ്മൾ ഒരുത്തിയോ നമ്മളോട് ഇങ്ങോട്ട് ഒരു മോശമായ ബിഹേവിയർ ആണ് നമ്മൾ അതുപോലെ തന്നെ കാണിച്ചാൽ അവനും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം? അതുകൊണ്ടാണ് ഞാൻ പറയാൻ പഠിക്കുന്നത്. എന്നാലും ഇവനെയൊക്കെ പറയണമല്ലോ. അപ്പോൾ അക്ബർ എന്ന് പറയുന്നവൻ
അതുപോലെ തന്നെ അവൻ പറയുവാണ് കക്കൂസ്, തീട്ടം, പിന്നെ എന്താ പറയുക, അതേണക്ക് അപ്പാനെയും അവനും എല്ലാവരും കൂടി ഇരുന്ന് കുരയ്ക്കുന്നു പറയുന്നു, അതേണക്ക് അപ്പാനെയും കുരച്ച് കാണിക്കുന്നു. എന്തുകൂടെ ഇത്? നീയൊക്കെ ഒരു വീട്ടിൽ നിന്നല്ലേ വരുന്നത്, നീയൊക്കെ ഒരു അമ്മയുടെയും ഒക്കെ മകനല്ലേ? എന്തുകൂടെ ഇത്? സ്ത്രീകളല്ലേടെ? സ്ത്രീകളോ പുരുഷന്മാരോ ആയിക്കോട്ടെ, മനുഷ്യരെ അങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ? നീയൊക്കെ ഇനി നാട്ടിലേക്ക് ഇറങ്ങി ജീവിക്കണ്ടല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ലാലിട്ടം പറഞ്ഞു നിങ്ങളൊക്കെ സമൂഹത്തിലോട്ട് വീണ്ടും ഇറങ്ങണേ, നിങ്ങൾക്ക് തിരിച്ചു ചെന്ന ഒരു ജീവിതമുണ്ട്. എത്രയോ പ്രാവശ്യം പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ഇവിടെ ഒരു ജീവിതമില്ലേ, നിങ്ങൾ 100 ദിവസമല്ലേ അവിടെ കിടക്കൂ, എന്നിട്ടല്ലേ ഇങ്ങോട്ട് വരണ്ടേ? നിങ്ങളൊക്കെ എന്തുകൂടെ ഇങ്ങനെ? ഒരു വിവരം വേണ്ടേ മനുഷ്യരായ? ഒരു വിവരം. അത് അവരെന്തോ തെറ്റ് ചെയ്തിട്ട് അത് അവരുടെ കാര്യം, അവരെ ജനങ്ങൾ വിലയിരുത്തട്ടെ. അനുമോളെ എന്തെങ്കിലും തെറ്റ് ചെയ്താലും അനുമോടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലും ജനങ്ങൾ വിലയിരുത്തട്ടെ. നിങ്ങൾ എന്തിനാണ് ഇത്ര മോശമായ വാക്ക്? വഴക്കിടാം, പക്ഷെ ഇത്രയും മോശമായ പദങ്ങൾ എന്തിനാണ് പ്രയോഗിക്കുന്നത്? അതുപോലെ ഈ റെന ഫത്തിമ എന്ന് പറഞ്ഞ ചീവിട് പെണ്ണ്, എന്തോ ഇതിനെയൊക്കെ ആര് പഠിപ്പിച്ച് വളർത്തി വിട്ടോ എന്തോ? മാതാപിതാക്കൾക്ക് ഒരു ഇത്രയെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചുവിടും. അതോ ഇനി തന്നിഷ്ടത്തിനനുസരിച്ച് ജീവിച്ചതായിരിക്കും എന്തോ എനിക്കറിയത്തില്ല. കാരണം എന്തോ ശുഷു ഹാങ്ങ ഈ ശുഷു ഹാങ്ങ എന്നൊക്കെ ഈ ബിന്നി എന്ന് പറയുന്നവളാണ്. ഇന്നലെ ഞാനത് ലൈവിൽ കണ്ടതാണ്, രാത്രി ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഈ ചെവിയിൽ ബിന്നി, ചൈന ബിന്നി പറഞ്ഞു കൊടുക്കുന്നതാണ്. ഈ ബിന്നിയൊക്കെ ഇവിടെ ആരാണ്ടൊക്കെ എടുത്ത് വലിയ സീരിയൽ നടിയെന്നൊക്കെ പൊക്കി വെച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇതൊക്കെ നാണമില്ലേ? ഈ ഒരു പെണ്ണിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ചൈനയിൽ സംസാരിക്കുന്ന ഭാഷയിൽ നിന്ന് അത് വളരെ മോശമായിട്ടുള്ളൊരു പദം തിരഞ്ഞെടുത്ത് ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ വയസ്സിന് ഇളയ ആൺപിള്ളേരെ വളച്ചെടുത്ത് പരിപാടി ചെയ്യുന്ന സ്ത്രീ. ഇതൊക്കെ എന്തൊരു മര്യാദകളാണ്? ഒരു ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിലും ഇത്രയും വലിയൊരു ഹോസ്റ്റായ മലയാളത്തിൻ്റെ മഹാനടൻ, നമ്മളെല്ലാം അഭിമാനമായിട്ട് കരുതുന്ന ഒരു മനുഷ്യൻ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു റിയാലിറ്റി ഷോയിലാണ് ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ പ്രയോഗിക്കുന്നത്. ഒരു മര്യാദ വേണ്ട ഇവനൊക്കെ, അല്ല ഇവക്കൊക്കെ? ഇങ്ങനെ ഉണ്ടോ? ആൾക്കാർ ഇങ്ങനെ തരം താഴുമോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഞാനാണെങ്കിൽ രാവിലെ തൊട്ട് വീഴുകയാണ്, എനിക്ക് ഭയങ്കര തലവേദന, വയ്യാണ്ട് ഞാൻ കിടക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ എഴുന്നേറ്റ്, എനിക്ക് എന്നിട്ടും റിഹേഴ്സലിനൊക്കെ പോകണമായിരുന്നു, എന്നിട്ട് ഞാൻ പോയില്ല, ഒട്ടും വയ്യാണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് എനിക്ക് ഇതൊക്കെ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ് ഗൈസ്. ഒരു മനുഷ്യന് ഒരു മുളുപ്പ് വേണ്ടേ? നമ്മളൊരു ഇത്രയും വലിയൊരു ബിഗ് ബോസ് പോലുള്ള ഇത് മലയാളത്തിൻ്റെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയിലാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നത്. ആ ഷോയിൽ ഇരുന്നു കൊണ്ടാണ് ഒരു പെങ്കൊച്ചിനെ, ഒരു വിവാഹം പോലും കഴിക്കാത്ത ഒരു സ്ത്രീയെ പറയുന്നത് ഇതേ കണക്കുള്ള ഇത്രയും മോശമായ പദം പ്രയോഗിക്കുന്നത്. ഇതൊക്കെ എന്തുകൂടെ ഇതൊക്കെ? നീയൊക്കെ നാട്ടിലോട്ടല്ലേ ഇറങ്ങി വരേണ്ടത്? ഇവിടെ മനുഷ്യരില്ലേ? മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ അങ്ങേയറ്റം വരെ എടുത്തു പോക്കും. അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർ തലയിൽ കയറ്റി നടത്തും. പക്ഷെ ഇഷ്ടപ്പെടാത്ത ഒരു വാക്ക് മതി, വലിച്ചെടുത്ത് താഴെ ഇട്ട് ചവിട്ടി കീറും നിന്നെയൊക്കെ. അതാണ് മലയാളീസ്. എനിക്ക് അവിടെ എത്ര ദിവസമായിട്ട്, ഒരു ദിവസം നമ്മളെ കയ്യിൽ നിന്നൊരു വാക്ക് വന്നു, 2 ദിവസം വന്നു, കള. ഇത് എത്ര ദിവസമായിട്ട് എന്നറിയാം ഒരു സ്ത്രീയെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത്? അതൊക്കെ വളരെ മര്യാദകളാണ്. ഒരു ഹിന്ദിക്കാരി പെണ്ണ് പറയുന്ന കേട്ടോണ്ട് അവളെന്തോ പറഞ്ഞിട്ട് അവൾ വന്നൊരു മോഡല്, അവൾ പറയുന്ന കേട്ടോണ്ട് അവരുടെ പ്രൊഫഷനെ, അവരെ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുകയാണ്. അതുപോലെ അവരുടെ ജോലി അധിക്ഷേപിക്കുന്നത്, പേഴ്സണൽ അസാസിനേഷൻ. ഒരു വ്യക്തി ഹത്യ നടത്തുന്നു. ഒരു വ്യക്തി എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അവൾ പട്ടിയാണ്, അവളെ പട്ടി മുഖമാണ്, അവൾ പട്ടി കുരയ്ക്കുന്ന പോലെ കുരയ്ക്കുന്നു, അവൾ പട്ടി പാത്രം കഴുകുന്നു. അവൾ ഒരു റെനയെന്ന് പറഞ്ഞ പെണ്ണിരുന്ന് പറയാം പട്ടി ഇരുന്ന് പാത്രം കഴുകുന്നു. എന്തുകൂടെ ഇതൊക്കെ? അതുപോലെ തന്നെ വളരെ മോശമായ പദം, അത് ഇന്ത്യയിൽ അല്ലാത്തൊരു ഭാഷ, ചൈനയിൽ സംസാരിക്കുന്ന ഭാഷയിൽ, ചൈനയിൽ ഒരു MBBS അവൾ ജയിച്ചോന്ന് പോലും നമുക്കറിയത്തില്ല. MBBS അവൾ ചൈനയിൽ പഠിച്ചിട്ട് വന്ന് പറഞ്ഞു ഇവിടെ MBBS, ഇവിടെ ഡോക്ടർ എന്നുള്ള ഒരു പദവി കിട്ടണമെങ്കിൽ ഇവിടുത്തെ എക്സാം എഴുതണം. മെഡിക്കൽ കൗൺസിൽ ഇവിടെ ഒരു എക്സാം വെച്ചിട്ടുണ്ട്. ആ എക്സാം എഴുതിയെങ്കിൽ മാത്രമേ അവൾക്ക് ഇവിടെ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ചൈനയിലെ പഠിത്തം പഠിച്ച് ഇവിടെ ഡോക്ടർ ആവില്ല. അപ്പോൾ അവളുടെ ഡോക്ടറെന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. അല്ലെ അവൾ പാസ്സായി എന്ന് നമ്മൾ അറിയണം. അല്ലെ അവൾ ഡോക്ടർ ബിന്നി എന്ന് എഴുതിയേനെ. ഇത് ഡോക്ടർ ബിന്നി എന്നുള്ളൊരു പേരേ ഇല്ല. നമ്മളൊരു പ്രൊഫഷണൽ ലൈഫ്, ഞാൻ അഡ്വക്കേറ്റാണ്, എൻ്റെ പേര് അഡ്വക്കേറ്റ് എന്ന് തന്നെയാണ്. ഞാൻ ഇനി എവിടെ പോയാലും അഡ്വക്കേറ്റാണ്. ഞാനൊരു നാടകത്തിപ്പോയാലും ഒരു സിനിമയിൽ പോയാലും ഒരു സീരിയൽ പോയാലും ഞാൻ അഡ്വക്കേറ്റ് അനക്കയാണ്. അതിനപ്പുറത്തേക്കില്ല. ഞാനല്ലാതെ വെറും അനക്കയല്ല. കാരണം അതെൻ്റെ പ്രൊഫഷണൽ ഡിഗ്രിയാണ്. അത് അതിൻ്റെ മുമ്പിൽ ചേർക്കാൻ പറ്റും. അഡ്വക്കേറ്റ്, ഡോക്ടർ, ഇവർക്ക് 2 പേർക്കെല്ലാം ചേർക്കാൻ പറ്റും. ശൈത്യം എന്തുകൊണ്ടാണ് ചേർക്കാതെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പം ശൈത്യ ട്രെയിനി ആയിരിക്കും. ഓൾ ഇന്ത്യ ബാർ കൗൺസിൽ എക്സാം എഴുതണം. LLB പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ 2 വർഷത്തിനകം നമുക്ക് ഓൾ ഇന്ത്യ ബാർ കൗൺസിൽ എക്സാം ഉണ്ട്, എയ്ബ് എക്സാം. അത് പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ലോയേഴ്സ്, ഇൻഡിപെൻഡൻറ്റ് വക്കീൽ, അഡ്വക്കേറ്റ് ആവാൻ പറ്റൂ. വക്കാലത്തിടുന്ന വക്കീലാവാൻ പറ്റൂ. അത് വിത്തിൻ 2 years ആണ്, 2 വർഷത്തിനുള്ളിൽ പാസ്സാവണം. അപ്പോൾ ചിലപ്പോൾ അതായി കാണത്തില്ല, എയ്ബ് പാസ്സായി വന്ന് കാണത്തില്ല, ഈ എക്സാം എഴുതാൻ പോകുന്നേ ഉള്ളതായിരിക്കും. അതുകൊണ്ടായിരിക്കും അഡ്വക്കേറ്റ് എന്ന് ഇവിടെ പറയാഞ്ഞത്. അഡ്വക്കേറ്റ് എന്ന് എഴുതാം, പ്രൊഫഷണലി എഴുതാം, ട്രെയിനിയാണ്. പാസ്സായി LLB പാസ്സായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയെന്നും പറഞ്ഞിട്ട് അവർക്കൊരു വക്കാലത്തിടാനുള്ള ഒരവസ്ഥയായിട്ടില്ല. ഇതാണ് നിയമം.
അപ്പോൾ പിന്നെ ഈ ഒരു ആൾക്കാർ ഇത്രയും മോശമായ പദങ്ങൾ ഉപയോഗിച്ച് ഒരു സ്ത്രീയെ അറ്റാക്ക് ചെയ്യുമ്പോൾ ചോദിക്കാനോട് വേറെ ആൾക്കാരുണ്ട്, ഇവരാരും മിണ്ടുന്നില്ല. രേണു സുധിക്കൊക്കെ എന്തോരം സംസാരിക്കാനുള്ള ഒരു അവസരമായിരുന്നു. കാരണം നമ്മളൊരു വീട്ടമ്മയാണ്, അവരൊരു വീട്ടമ്മയാണ്, ഒരു സ്ത്രീയാണ് അവരും. ഒരു സ്ത്രീയെ മോശമായിട്ട് പറയുമ്പോൾ നിങ്ങളുടെ സംസാരിക്കുന്നതൊക്കെ വളരെ മാന്യമായിട്ട് സംസാരിക്കുക. കളിയൊക്കെ ഗെയിമൊക്കെ ഗെയിമാണ് പറഞ്ഞാൽ എന്തോരം നല്ലതാണ്. അതൊക്കെയാണ് കളി. നമ്മളൊരു കാര്യം, ഒരു പ്രശ്നം വരുമ്പോൾ അതിനകത്ത് ഇടപെടണം. അതുപോലെ തന്നെ അവളുടെ പാവക്കുട്ടി ഇന്നലെ രാത്രി എടുത്തെറിഞ്ഞു. ഈ അപ്പാനിക്ക് വേണമെങ്കിൽ ജയിലിൽ പാവയും കൊണ്ട് കയറാൻ പാടില്ല എന്നുള്ള ബിഗ് ബോസിനോട് പറഞ്ഞിട്ട് അത് ആ ഒരു വാണിംഗ് വാങ്ങിക്കാമായിരുന്നല്ലോ. പാവക്കുട്ടിയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് അവൾ പോയി നോക്കുന്നു. അതുപോലെ തന്നെ ജയിലിൽ അവൾ ബാത്റൂമിൽ പോയിട്ട് വന്നപ്പോൾ അവൻ ഇങ്ങനെ അവളെ കിടക്കുന്ന, അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നു, പിന്നെ അവളെ ഡിസ്റ്റർബ് ചെയ്യുന്നു. അനീഷ് ഇല്ലാത്തപ്പോൾ അവളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു. എന്തുകൂടെ ഇതൊക്കെ? നിനക്ക് നാട്ടിൽ നിനക്ക് ഭാര്യ മക്കളും ഇല്ലേടെ? നീ എന്തിനാണ് വല്ല പെൺപിള്ളേരെയും പുറകെ നടക്കുന്നേ? നിനക്കൊക്കെ നാണമില്ലേടെ? എനിക്ക് അറിയാൻ ചോദിക്കുവോ? പറയണ്ട, എനിക്ക് ദേഷ്യം വന്നിട്ട് എനിക്കന്ന് ഒന്നാമത്തെ കാര്യം തലവേദന കൊണ്ടിട്ട് ഞാനങ്ങ് സഹിച്ചിരിക്കുവായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് ലൈവ്. പിന്നെ അതിനുശേഷം പിന്നീട് അനിമോള് ജയിലിൽ നിന്നൊക്കെ ഇറക്കി വിട്ട് ടാസ്കൊക്കെ ചെയ്ത് ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി. അങ്ങനെയൊക്കെ പിന്നെയും കണ്ടിന്യൂസ് അനിമോളെ കളിയാക്കൽ മാത്രമാണ് അവർ നടക്കുന്നത്. ഇല്ല, പണ്ടത്തെ സിനിമകളിലൊക്കെ ബെൽബോട്ടം പാൻറ്റും ഒക്കെ ഇട്ടുണ്ട് കലങ്കിൻ്റെ മുകളിൽ കുറേ ആണുങ്ങൾ കയറിയിരിക്കുമല്ലോ. എന്നിട്ട് കോളേജിലൊക്കെ പോകുന്ന പെൺപിള്ളേർ ഇങ്ങനെ പിന്നെ ഒരു നമ്മുടെ പിന്നെ ഒരു ബുക്കും ഇങ്ങനെ വെച്ചുകൊണ്ട് പെൺപിള്ളേർ പോകുന്ന ഒരു സിനിമകളുണ്ടല്ലോ പണ്ടത്തെ, മീൻസ് ഒരു 90s 80 കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ ആ ഒരു കാലഘട്ടത്തിലില്ലാത്തതുകൊണ്ട് നമുക്കറിയത്തില്ല. അപ്പം ആ ഒരു 1980 കാലഘട്ടത്തിൽ 70 to 80 ആണെന്ന് തോന്നുന്നത്, 85 വരെയൊക്കെ കാണുമായിരിക്കും. പിന്നെ ആ ഒരു കാലഘട്ടത്തിലെ സിനിമ നോക്കിയാൽ അറിയാം. ഇങ്ങനെ കുറേ പൂവാലന്മാർ 4 ചുറ്റും ഇരുന്നിട്ട് പെൺപിള്ളേർ ഇങ്ങനെ പോകുമ്പോൾ അവരെ വർണ്ണിക്കുക, അവരെ മോശമായിട്ട് പറയുക, അതവരെ വർണ്ണിക്കുക. സുഖമാണ്. അല്ലെങ്കിൽ മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ അങ്ങനെയുള്ള പാട്ടൊക്കെ പാടി ഇവർ കളിയാക്കുന്ന ഒരു പൂവാലശല്യം. പക്ഷെ ഇതൊക്കെ എക്സ്ട്രീം ലെവലാണ്. വളരെ മോശമായിട്ട് അപമാനിക്കുകയാണ്, വ്യക്തിഹത്യ ചെയ്യുകയാണ്, പ്രൊഫഷനെ വ്യക്തിഹത്യ ചെയ്യുകയാണ്. സിനിമയിൽ അവൾ ജിസേൽ അവൾ സിനിമയിൽ ഏത് സിനിമ നല്ല ആക്ട്രസ്സാണ്. അപ്പോൾ റെന ഫാത്തിമ പറയുന്നത്, ഓ സിനിമയൊന്നുമില്ല, ഇവളെ ആരറിയും, അവളെ ആരും അധികം അറിയത്തില്ല, അവളെ സീരിയലിലാണ്. അപ്പോൾ അപ്പാനി പറഞ്ഞ ചെറിയ സീരിയൽ, അപ്പോൾ അക്ബർ പറയുന്ന ചെറിയ കോമഡി ഷോ. എന്തുകൂടെ ഇത്? നിന്നെയൊക്കെ അറിയുന്നതിനെക്കാട്ടി കൂടുതൽ ആൾക്കാർക്ക് അനിമോളെ അറിയാം. നമ്മൾ ആരെ അറിയുന്നത് വെച്ചിട്ട് അവർ സിനിമയിൽ അഭിനയിച്ചെന്നോ അവരുടെ കാറ്റഗറി എന്താണോ, അവരുടെ പ്രൊഫഷണൽ ലൈഫ് എന്താണെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. നമ്മളൊരു ഷോയിൽ പോയി. ഈ അക്ബർ എന്തുവാ റിയാലിറ്റി ഷോയിൽ നിന്നല്ലേ വന്നത്? അവൻ ഏതൊക്കെ സിനിമയിലൊക്കെ പാടി തകർന്ന്. നമ്മളൊരു സ്ഥലത്ത് പോയാൽ നമ്മുടെ ബിഹേവിയർ, നമ്മളെ മാനേഴ്സ്, നമ്മളെ പെരുമാറ്റം എന്താണെന്ന് അവിടെ പുറത്തുള്ളവർ ചിന്തിക്കുന്നത് അവരുടെ ആ ഒരു പെരുമാറ്റ മര്യാദ കൊണ്ടാണ്. അനിമോള് കുഴപ്പമില്ലാതെ പെരുമാറുന്നൊരു വ്യക്തിയാണ്. അനിമോള് പിന്നെ അനിമോളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അനിമോൾക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അനിമോൾ പെട്ടെന്ന് ട്രിഗർ ആവുന്നു. ഇവർ പറയുന്നത് കേട്ടോണ്ട് ട്രിഗർ ആവുന്നു. അതൊരു ഹ്യൂമൻ ബീങ്സ്, അവരുടെ എല്ലാവരും ഒരുപോലെ ഭയങ്കര എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കത്തില്ല. ഇവർക്ക് ഇമോഷൻസ് വരും. അവർക്ക് അത്രമാത്രം സ്ട്രോങ് മെൻറ്റാലിറ്റി ആണെങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു ട്രിഗർ പോയിന്റിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇങ്ങനെ പട്ടിയെന്നും അതും ഇതും യഥാർത്ഥത്തിൽ ഈ ഷൂഷു ഹാങ്ങാന്നൊന്നും മനസ്സിലായിട്ടില്ലല്ലോ. ഹിന്ദി എന്തോ പറയുന്നതാണ്, എന്ത് ഭാഷയെന്ന് പോലും അനുമോക്ക് മനസ്സിലായിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ ഇത് കേൾക്കുന്നു, ഇവരെല്ലാവരുടെ കൂടി ആലോചിച്ചിട്ട് പറയുന്നു, ഇങ്ങനെ വിളിക്കണമെന്ന് പിന്നെ പറയുന്നു. അപ്പോൾ പിന്നെ ചെവിയിൽ പിന്നെ പറഞ്ഞു കൊടുക്കുന്നു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പാസ് ചെയ്യുന്നു ചെവിയിൽ, എന്നിട്ട് അത് വിളിക്കുന്നത്. ഇപ്പം യൂട്യൂബ് പുറത്തേക്ക് വന്നപ്പം എല്ലാവരും അതെടുത്ത് വെച്ചിട്ട് ഗൂഗിളിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് നോക്കി എന്തുവാ സംഭവം. അപ്പോഴാണ് അറിയുന്നത് ഇത് വലിയ മുട്ടൻ തെറിയാണ്. അല്ലാതെ ഇത് ആരും അറിയുന്നില്ല ഇതെന്തോ സംഭവമെന്ന്. അപ്പം നമ്മൾ ഒരു മര്യാദ കാണിക്കണം. അത് കണക്ക് നടി എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഞാൻ പറയുന്നത് നമ്മൾ സംഘടനകളൊന്നും ഇല്ലേ? ഞാനൊന്നും സംഘടനയിലെ മെമ്പേഴ്സ് അല്ല, അതുകൊണ്ടാണ് കേട്ടോ. നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇറങ്ങിയേനെ. അതിപ്പോൾ ഇപ്പോൾ ബിന്നിക്കെതിരെ വന്നാലും അതെനിക്ക് പിന്നെ രേണുവിനെതിരെ വന്നാലും നമ്മുടെ പ്രൊഫഷനെയൊക്കെ കളിയാക്കുന്നുണ്ട്. അത് മോശമാണ്. ഓരോരുത്തരും അവരവരുടെ വയറ്റിപ്പഴുപ്പിനാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കാനും അവരവരെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജോലികളൊക്കെ ചെയ്യുന്നത്. കട്ടും മോട്ടിച്ചും വ്യഭിചരിക്കാനൊന്നും അല്ലല്ലോ ആരും പോകുന്നത്. നല്ല അവരവർക്ക് ഈശ്വരൻ കൊടുത്തിരിക്കുന്ന കഴിവ് ജനങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്താണ് അതിലവർ ജീവിക്കുന്നത്. അതിനിവനൊക്കെ കളിയാക്കുന്നത്, ഇവനൊക്കെ വേറെ ഏതാണ്ടാണോ ചെയ്യുന്നത്? അല്ല, ഞാൻ അറിയാനും ചോദിക്കുകയാണ്. അങ്ങനെ ഈ വളരെ മോശമായിട്ടുള്ള വ്യക്തിഹത്യ, അത് കണക്ക് അവരുടെ ജോലിയെ വളരെ മോശമായിട്ട് അധിക്ഷേപിക്കുന്നു. പല രീതിയിലും അങ്ങ് മെൻ്റലി ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുകയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങാടായിരുന്നെ അടിയും കൊടുത്തിട്ട് പല്ലടിച്ച് വായിലിട്ടേനെ. അപ്പോൾ നമ്മൾ ട്രിഗർ ആയിപ്പോവും, അവളെ കുറ്റം. അപ്പോൾ അവൾ ആ ട്രിഗർ പോയിന്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആരും ന്യായീകരിക്കുമല്ല. അവൾക്ക് അവളുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട്. കാരണം ആവശ്യമില്ലാതെ ട്രിഗർ ആവുന്നു, ആവശ്യമില്ലാതെ കരച്ചിൽ വരുന്നു. അതൊക്കെ കുറച്ചൊന്ന് സംയമനം പാലിക്കണം. ഇവരൊന്നും നമ്മുടെ ആരുമല്ല, നമ്മൾ ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത്. ഇവരൊക്കെ നമ്മുടെ ശത്രുവാണ് എന്നങ്ങ് വിചാരിച്ച പ്രശ്നം കഴിഞ്ഞ്. ശത്രുവാണ്, നമ്മൾ ഫൈറ്റ് നിൽക്കുക. അവരെ മുന്നിൽ കരഞ്ഞാൽ നമ്മളവിടെ തോറ്റൂല എന്ന് വിചാരിച്ചാൽ മതി.
അതാണ് വേണ്ടത്. അതിന് ഞാൻ അനുമോളോട് കൂടെ നിൽക്കുന്നേ ഇല്ല. അനുമോളെ ഒരിക്കലും കരയാൻ പാടില്ല. അനുമോളെ പിന്നെ അതാണെങ്കിൽ ഈ ദൈവത്തിന് പോയിട്ട് നമ്മൾ സമാധാനം പതുക്കെ പറയാമല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. അല്ലാണ്ട് നമ്മൾ ഈ ഉറക്കം കിടന്ന് പറയുന്നതുകൊണ്ടല്ലേ എല്ലാവരും അറിയുന്നത് പ്രാകുന്നു എന്നുള്ള പ്രശ്നം വരുന്നത്. ഈ ജാൻമണി പ്രാകുമായിരുന്നല്ലോ, നീ അങ്ങ് ചത്തു കരിഞ്ഞു പോട്ടെ എന്നൊക്കെ പറഞ്ഞു. അതുപോലുള്ള ഒരു അവസ്ഥയിലായി പോകും, അതിന് നെഗറ്റീവ് ആയിട്ട് മാറും. അതുകൊണ്ട് അനുമോൾ അതും ശ്രദ്ധിച്ച് ചെയ്താൽ അനുമോൾക്ക് കൊള്ളാം. എന്തായാലും നൂറായും അതിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നൂറായും അതിലെയും എന്താണ് അവരുടെ ഗെയിം എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷെ നൂറ ഇപ്പോൾ സൈലൻ്റ് ആണ്. ആതിരയും നൂറായും ഇപ്പോൾ സൈലൻ്റ് ആണ്. നെവിൻ വന്നതിന് ഇപ്പോൾ ഇന്ന് എന്തായാലും ലാലേട്ടൻ പോയി കഴിയുമ്പോൾ നെവിൻ എന്തുകൊണ്ട് എങ്ങനെ വന്നു എന്നൊക്കെ മനസ്സിലാവും. പിന്നെ ഷൈത്യയുടെ ഡബിൾ സ്റ്റാൻഡ് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഷൈത്യ ഭയങ്കര ഡബിൾ സ്റ്റാൻഡുകൾ. ഇന്നലെ മുഴുവൻ നെവിൻ്റെ കൂടെ ആയിരുന്നു. നെവിന് മുടിയൊക്കെ വെട്ടിയെല്ലാം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇന്ന് നെവിൻ്റെയും ആരിൻ്റെയും ഇടയ്ക്ക് ബെഡ്ഷീറ്റിനടിയിൽ കയറി കിടക്കുമായിരുന്നു. അതിനുശേഷം അപ്പാനി വന്ന് പിന്നെ പ്രേത കഥ പറയുന്നുണ്ടായിരുന്നു. എന്താണ് ഇതിൻ്റെ മനസ്സിലാവുന്നില്ല. എന്നിട്ട് ബാക്കിയുള്ള സമയം അനുമോളെ കൂടെ വന്നിരിക്കുക. അപ്പോൾ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കൊടുക്കുന്നുണ്ട്. എന്തുവാണ് ഇത്? എന്താണ് ശൈത്യയുടെ കളി? എന്താണ്? ശൈത്യ ഒരു ഡബിൾ സ്റ്റാൻഡിലാണ് ഇപ്പം, അത് ഉറപ്പാണ്. അങ്ങനെ അനുമോളും ശൈത്യം തമ്മിൽ എന്തോ ഒരു ഒരസലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പം എല്ലാവരും ലൈവിൽ ഒരുങ്ങുവാണ്. ലാലേട്ടൻ്റെ എപ്പിസോഡിന് വേണ്ടി ഒരുങ്ങുവാണ്. പിന്നെ അതേപോലെ 2 വൈൽഡ് കാർഡ് കയറിയിട്ടുണ്ടെങ്കിൽ ജിഷിൻ മോഹനും അതേപോലെ തന്നെ എന്താണ് വേദലക്ഷ്മിയും 2 പേരും കയറിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞ. ആര്യൻ ഇന്നത്തെ എപ്പിസോഡിൽ ആരും പുറത്തേക്ക് പോകില്ല. നാളത്തെ എപ്പിസോഡിൽ ആര്യൻ പുറത്തേക്ക് പോകണം. ആര്യനാണ് ഔട്ട് ആവുന്നതെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. രേണു ആര്യനാണ് ലാസ്റ്റിൽ വന്നിരിക്കുന്നത്. എന്തായാലും രേണു ഔട്ട് ആവാൻ സാധ്യതയില്ല ഈ ആഴ്ചയല്ല. രേണു 40 ദിവസമൊക്കെ നിൽക്കട്ടെ. കാരണം ഇവിടെ രേണുവിന് പ്രശ്നം, നമ്മളൊരു സ്ത്രീ എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാവരെയും കുറ്റമൊക്കെ പറയും. കാരണം തെറ്റ് ചെയ്താൽ നമ്മൾ കാണും. പക്ഷേ നമ്മൾ മനുഷ്യ സൗകര്യമായിട്ടുള്ള, കാരണം പണ്ട് നടന്ന സംഭവങ്ങൾ കുത്തിപ്പൊക്കി അല്ലെങ്കിൽ ഗർഭം അലസിപ്പിച്ചെങ്കിൽ അലസിപ്പിച്ച്. ഇപ്പം എന്തായാലും ഓരോ മനുഷ്യർക്ക് എല്ലാവർക്കും ഒരുപോലെ നാവത്തിലുള്ള അബദ്ധങ്ങൾ എല്ലാ മനുഷ്യനും പറ്റും. പിന്നെ മണ്ടത്തരങ്ങൾ പറഞ്ഞു, ഇനിയെങ്കിലും മണ്ടത്തരങ്ങൾ പറയാതെ അവനവൻ്റെ കാര്യം നോക്കി നാട്ടിൽ വന്നാലും ജീവിക്കാൻ കഴിയട്ടെ. രേണു എല്ലാത്തിനെയും മറുപടി പറയാതെ അവനവൻ്റെ കാര്യങ്ങൾ നോക്കി രേണു ജീവിച്ചാൽ രേണുവിന് കൊള്ളാം. അപ്പോൾ അതുകൊണ്ട് 50 ദിവസം നിൽക്കട്ടെ. 10,000 രൂപ ഒരു ദിവസം വീതം കിട്ടും. പിന്നെ സ്പോൺസർ ടാസ്കിനൊക്കെ നല്ല പൈസ കിട്ടും. അപ്പോൾ ഒരു നല്ല എമൗണ്ടും ഒക്കെ ആയിട്ട് പോയിട്ട് നാട്ടിൽ വന്ന് സമാധാനമായിട്ട് ജീവിക്കാമല്ലോ. അത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാണ്ട് രേണുവിനെ ഞാൻ സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല. കാരണം ഇവിടെ എന്തോ അരിയും ദണ്ടൊക്കെ തിന്ന് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഞാൻ എല്ലാവരോടും തുണിയൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ആ മോശം സ്വഭാവമാണ്. നന്നായിട്ട് സംസാരിക്കാനുള്ള അവസരം സംസാരിക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾ ഷോയ്ക്ക് അകത്തുള്ള കാര്യങ്ങൾ മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ബൈ, ടേക്ക് കെയർ. 9:30 ലാലേട്ടൻ്റെ എപ്പിസോഡ് എല്ലാവരും കാണുക. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. ഓക്കെ.